രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം ബി.ജെ.പിയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ഇനി രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നത് അവരുടെ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് ആരെല്ലാം കടന്നു വരുമെന്നാണ്. സാറിന്റെ പ്രതീക്ഷ ആരെയെല്ലാമാണ്? നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒരാൾ സുരേഷാണ്. സുരേഷുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന് നല്ല അടുപ്പമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സുരേഷിന് ഇതുവരെ കാര്യമായിട്ടുള്ള അംഗീകാരമൊന്നും കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പോൾ ബി.ജെ.പിക്കാരാണ്. ബി.ജെ.പി എന്ന് പറയുന്നത് അവിടെ ഇന്ന് ഒരു മതപ്പാർട്ടിയോ വർഗീയ പാർട്ടിയോ അല്ല. പഴയ കോൺഗ്രസിൻ്റെ സ്ഥാനം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും കൊല്ലത്തേക്കും കുറച്ച് വളർന്നിട്ടുണ്ട്. നഗരപ്രദേശങ്ങൾ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഉണ്ട്, ഗ്രാമാന്തരങ്ങളിലുണ്ട്. അത് വർക്കല, അപ്പുറം കൊല്ലം, ആ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. കാറ്റ് തെക്കുനിന്ന് വീശി വരികയാണ്, വടക്കുനിന്ന് വേറൊരു കാറ്റുമുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു നേതാവ് വേണം എന്നുള്ള തിരുവനന്തപുരത്തുകാരുടെ പണ്ട് മുതലേ ഉള്ളൊരു വികാരമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ പട്ടം കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരൊറ്റ മുഖ്യമന്ത്രി, സത്യമാണ്, തിരുവനന്തപുരത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു വികസനം നടക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെ ഉചിതമായിട്ടുള്ളൊരു പേരാണ് പുതുതായിട്ട് ഇപ്പോൾ സുരേഷ്, അവഗണിക്കപ്പെട്ട മാധ്യമങ്ങളിലും അതുപോലെ നേതൃനിരയിലും അവഗണിക്കപ്പെട്ട സുരേഷ് എന്ന് പറയുന്ന നേതാവിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത് സത്യമാണ്. പോകുന്നു. മറ്റൊന്ന്, പിന്നെ ബി.ജെ.പിയുടെ സ്ത്രീ അനുകൂലമായിട്ടുള്ള പരിപാടികളിലൊന്നായിട്ട് മൊത്തത്തിൽ ദേശീയ തലത്തിലുണ്ട്. അത് ഒന്ന്, ശോഭാ സുരേന്ദ്രന് വേണ്ടത്ര അംഗീകാരം കിട്ടുക. ജനറൽ സെക്രട്ടറിമാരിലൊരായിട്ട് അവർ ഉണ്ടാകും എന്നുള്ള സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ്റെ കാലത്ത് പലപ്പോഴും അവർക്ക് സ്ഥാനം കിട്ടിയിരുന്നുവെങ്കിലും പലപ്പോഴും അവഗണിക്കപ്പെട്ട ഒന്നായിട്ട് അവർ കരുതിയിരുന്നു. പലപ്പോഴും അത് പൊട്ടി പുറത്തു വരാനൊക്കെ തുടങ്ങിയത്, പൊട്ടി ഒലിച്ചൊരു വ്രണമായിട്ട് മാറിയില്ലെന്ന് മാത്രം. അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടായപ്പോഴാണ് നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഒത്തുള്ളൊരു ഫോട്ടോ കാണിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി പാർട്ടിയിലായാലും ഗവൺമെൻറ്റിലായാലും ഏത് തലത്തിലായാലും സ്ത്രീകളുടെ ഉന്നമനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ എടുക്കുന്ന ആളാണ്. ബേട്ടി ബചാവോ തൊട്ട് ഈ 70 വയസ്സ് കഴിഞ്ഞവർക്ക് ആയുഷ്മാൻ്റെ സൗജന്യ ചികിത്സ എന്നുള്ള നിലപാട് വരെ അങ്ങനെ വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു നിലപാടാണ്. പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളാവുമ്പോൾ അഴിമതി കുറയും. 2, മദ്യം, മയക്കുമരുന്ന്, ഇവയ്ക്ക് വേണ്ടിയിട്ട് പണം വേസ്റ്റായി പോയില്ല. ഇതിലൊക്കെ പ്രധാനമായിട്ടൊരു കാര്യം, ഭാരതീയർ എപ്പോഴും സ്ത്രീകളെ, വീരശിവജി മുതൽ സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ദേവിയായിട്ടാണ് സ്വന്തം ഭാര്യയെ കണക്കാക്കിയത്. അതാണല്ലോ ശാരദാ ദേവി എന്നുള്ള സങ്കല്പം. അപ്പോൾ ആ സങ്കല്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട വ്യക്തിയാണ് നരേന്ദ്രമോദി. ആ തരത്തിലാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയമല്ലത്, അതൊരു സാംസ്കാരികമായ ഭൂമികയാണല്ലോ. അപ്പോൾ വേണ്ട പരിഗണന ഈ സ്ത്രീക്ക് നൽകണം. കുലവധുവിൻ്റെ കണ്ണുനീര് വീട്ടിൽ വീഴാൻ പാടില്ലെന്നാണല്ലോ. ആ തരത്തിലൊരു സമീപനം എടുക്കുന്ന ആൾ കൂടിയാണ് നരേന്ദ്രമോദി. അപ്പോൾ അതൊന്നും, അപ്പോൾ ആ ശോഭാ സുരേന്ദ്രന് അർഹമായ ഒരു സ്ഥാനവും പരിഗണനയും കിട്ടാൻ പോവാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ M.T. രമേശ് ഇപ്പോൾ തന്നെ ഉണ്ട്, ആ രംഗത്തുണ്ട്. ശോഭാ സുരേന്ദ്രനുണ്ട്, അതുപോലെ സുരേഷ് വരാൻ പോകുന്നു. പിന്നെ നാലാമതായിട്ട് 2 പേരുകളാണ് അതിൽ വരുന്നത്. ഒരു ആരാകും എന്നുള്ളത്, ഒന്ന് അനൂപ് ആൻ്റണിയുടെ ശബ്ദം ഇപ്പോൾ വലുതായിട്ടൊന്നും കേൾക്കുന്നില്ല. അതേസമയം ഷോൺ ജോർജ് വലിയൊരു വിഷയമായിട്ട് വരുന്നു. ഷോൺ ജോർജ് എന്ന് പറഞ്ഞാൽ വഖഫ് ബില്ല് കൊണ്ട് അവിടെ എറണാകുളത്തുണ്ടായിട്ടുള്ള ആ പ്രശ്നം, അവിടെ പിന്നെ സമരം ചെയ്തിരുന്ന, അവിടെ കൃഷി ചെയ്തും മത്സ്യ തൊഴിലാളികളായിട്ടും ഒക്കെ ജീവിച്ചിരുന്ന പാവപ്പെട്ട അവരിലേറെയും പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്ക് വഖഫ് എന്നുള്ള ഒരൊറ്റ പേര് കൊണ്ട് അവർ കരമടച്ച് ദേഹദണ്ഡം ചെയ്ത് ഉണ്ടാക്കിയ ഭൂമിയിൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ സമരം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആശ്വാസമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആളുകളിൽ ഒരാളാണ് ഈ ഷോൺ ജോർജ്. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ, വീണ ജോർജിൻ്റെ, അതിശക്തനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒരു അഴിമതി കേസിലെ സമരങ്ങൾക്കിടവേളകളില്ലാത്തതുപോലെ കോടതിയിൽ കയറി ഇറങ്ങി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പിന്തുടരുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാസപ്പടി കേസ് എന്ന് പറയുന്ന കേസിൽ അദ്ദേഹം നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക. പണ്ട് VS അച്യുതാനന്ദൻ എങ്ങനെ നമ്മുടെ ആ കേസിൽ, ഐസ്ക്രീം പാർലർ കേസെന്നറിയപ്പെടുന്ന ആ കേസിൽ, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, അതുപോലെ തന്നെ ഇടമലയാർ അഴിമതി കേസിൽ
ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ നിരന്തരമായിട്ട് പോരാട്ടം നടത്തിയിരുന്നു. അതുപോലെ പോരാട്ടം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഷോൺ ജോർജ്. നമ്മൾ പറയുകയും ചെയ്തിരുന്നു ഷോൺ ജോർജിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ല. അദ്ദേഹം മിക്കവാറും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അനിൽ ആൻ്റണി ആയിരിക്കും, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾ തീർച്ചയായിട്ടും വരും. അത് രണ്ടിൽ ആരാണെന്നുള്ളത് തീരുമാനമായിട്ടില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ ബാലൻസ് ഈസ് ഇൻ ഫേവർ ഓഫ് ഷോൺ ജോർജ്, അദ്ദേഹം കൂടി വരും. അപ്പോൾ ആ പട്ടിക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പട്ടികയായിട്ട് വരും. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഭരണഘടന അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ. ഈ ഒരു ലിസ്റ്റാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാരവാഹ പട്ടിക ആയിക്കഴിഞ്ഞാൽ ഉടനെ അതിന്മേൽ തീരുമാനം വരും. അത് കഴിഞ്ഞാൽ ഉടനെ ദേശീയ പ്രസിഡന്റ്, അത് മിക്കവാറും വനിത തന്നെ ആയിരിക്കും. വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അത്ഭുതകരമായ വേഗത്തിൽ നടപ്പാക്കി ആളുകളെ ഞെട്ടിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. അപ്പോൾ ആ ഞെട്ടിയിട്ട് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ കേരളത്തെ ഞെട്ടിച്ചു കൊണ്ടുവന്നതാണ്. CPM അണികളെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം വന്നിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഈ ജനറൽ സെക്രട്ടറിമാരെ ടീം വരുന്നത് കൂടി കുറച്ചും കൂടെ കരുത്തേകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ്. കാരണം സുരേഷിൻ്റെ സാന്നിധ്യം തന്നെ അദ്ദേഹത്തിനോട് ഇപ്പോൾ കൂടെ നിർത്തിയിരിക്കുന്ന വ്യക്തി, ഏറ്റവും അടുത്ത വ്യക്തി എന്ന് പറയുന്നത് എസ് സുരേഷ്. ഒരു പക്ഷേ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ടായിരിക്കാം ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ മറ്റ് 2 ഗ്രൂപ്പുകളുണ്ട് ഇതിൽ പ്രകടമായിട്ട്. അവരത് അംഗീകരിക്കില്ലെങ്കിലും ആ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വി മുരളീധരൻ കെ സുരേന്ദ്രനോടൊപ്പം നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ ഒരു ചെറിയ ചലനം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PK കൃഷ്ണദാസ്, MT രമേശ്, ഇവരെല്ലാം ഓരോ ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തിരുന്ന വ്യക്തികളാണ്. ഇപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നൊരു വടക്കിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ രാജീവിനെതിരായ ഗ്രൂപ്പ്. രാജീവിനെ എതിരായി എന്ന് പറഞ്ഞാൽ അങ്ങനെ എതിർക്കാൻ പറ്റില്ല. എങ്കിലും ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമല്ലോ. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ തന്നെ കെ സുരേന്ദ്രൻ്റെ ഒരു എതിർപ്പ് വന്നു. അതൊരു പാർട്ടി ജനാധിപത്യമാണ്. കാരണം ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് കൊണ്ടിരുന്ന കാര്യമില്ല. നമ്മൾ നേരെ സമരങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് വരണം. രാജീവ് ചന്ദ്രശേഖർ ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നാട്ടുകാരുടെ സ്വൈരമായ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും തടസ്സപ്പെടുത്തണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഈസ് എ ടെക്നോക്രാറ്റ്. വ്യവസായങ്ങൾക്ക് തകർച്ച ഉണ്ടാക്കണ്ട. കാരണം കേരളത്തിൽ വ്യവസായം വളർന്നാൽ അത് ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. ഒരൊറ്റ സർക്കാർ ഓഫീസുകളിൽ ഇടപെടേണ്ട എന്നുള്ളൊരു നയം കൈക്കൊണ്ട ഒരു പ്രധാനമന്ത്രിയാണ്. വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അവരുടെ നയം നടപ്പാക്കുന്നു ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും. അങ്ങനെയല്ല, ഇതിലൊന്നും ഇടപെടേണ്ട, ഉദ്യോഗസ്ഥ കാര്യത്തിൽ ഇടപെടേണ്ട. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനായാലും CBI ആയാലും ആ നയമായിരിക്കും അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീരുമാനം എതിരാകുമ്പോൾ എല്ലാം മോദിയുടെ തലയ്ക്ക് കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പ്രതിപക്ഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ്. അപ്പോൾ കേരളത്തിലെ തീരുമാനങ്ങൾ രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്നത് തന്നെയായിരിക്കും, അത് തന്നെയായിരിക്കും കേന്ദ്രം അംഗീകരിക്കുക. അപ്പോൾ മാറ്റങ്ങൾ വരും. എന്തായാലും പുതിയ ഭാരവാഹി പട്ടികയിൽ യുവാക്കൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വലിയ പരിഗണന കാണും. ന്യൂനപക്ഷ സമുദായത്തിന് എല്ലാം പരിഗണനയുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. BJPക്ക് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുന്നൊരു പട്ടിക. ഗ്രൂപ്പിസം അവസാനിക്കണം. അല്ലാതെ BJPക്ക് കാര്യമായിട്ടുള്ള ഒരു വിജയം അല്ല. BJP സ്വപ്നം കാണുന്ന അധികാര കസേരയാണ്. പക്ഷെ കേരളത്തിൽ പ്രതിപക്ഷമാകാൻ പോലും BJP കഴിയുന്നില്ലല്ലോ. അങ്ങനെ ആദ്യം ഒരു പ്രതിപക്ഷമാകാനെങ്കിലും സാധ്യതയുണ്ടോ? പ്രതിപക്ഷം ഇപ്പോൾ നടക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് BJPയുടെ ആഭിമുഖ്യത്തിൽ. രണ്ടാമത് നിൽക്കുന്ന കോൺഗ്രസിന് മുകളിലേക്ക് വളരാൻ സാധിക്കുമോ? നിഷ്ക്രിയമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ് അവരുടെ പ്രതിഷേധം നയിക്കുന്നത്. കോൺഗ്രസ് അല്ല. വടിവത്ത ഇസ്തിരിയിട്ട ഷർട്ടുമായിട്ട് നടക്കുകയല്ലേ അവർ. അതേ നോക്കൂ, കോഴിക്കോട് സർവകലാശാലയിലേക്ക് സമരം നടത്തിയപ്പോൾ MP ഗോവിന്ദൻ നേരെ അവിടെ ചെന്നു. കോൺഗ്രസിൻ്റെ ഒറ്റ നേതാവ് ഈ തല പൊട്ടി പൊളിക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല പൊട്ടി പൊളിക്കുമ്പോൾ ഒറ്റ നേതാവ് പ്രത്യക്ഷപ്പെട്ടു. എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ഷോമാൻഷിപ്പ് നിർത്തണം, ഷോ കാണിക്കുന്നത് നിർത്തണമെന്ന് ചാണ്ടി ഉമ്മനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും മുതിർന്ന നേതാക്കളാവുന്ന പറ്റി. കാരണം അവരുടെ ഫോട്ടോ വരുന്നില്ല, പകരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഇങ്ങനെയുള്ള ഈ ക്യാമറ കണ്ണുകളുള്ള ഇവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പത്രസമ്മേളനം നടത്തുക. പബ്ലിസിറ്റി അടി കൊള്ളാനൊന്നും കഴിയത്തില്ല. ശബരിമലയെ അടി കൊണ്ടത് BJPക്കാരാണ് എന്ന് പറയുന്ന പോലെ BJP ശക്തമായിട്ട് പ്രതിഷേധം നടത്തുന്നുണ്ട്. പിന്നെ കോട്ടയം സംഭവത്തിൽ വലിയ പ്രതിഷേധം അവർ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്കും തോന്നുന്നുണ്ട് ഈ സമരത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയി എന്ന് എനിക്കും തോന്നുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ. കാരണം നമ്മളിപ്പോൾ ഈ വികസിത ഭാരതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമരങ്ങൾ നമുക്ക് ദോഷം ചെയ്യും. കേരളത്തിന് ദോഷം ചെയ്യുന്നത് ഇന്ത്യക്ക് ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ അവർ സ്വയം മലർന്നു കിടന്ന് തുപ്പുവാണ്. CPM ഇന്ന് നടക്കുന്ന പണിമുടക്ക് അതിനൊരു ഉദാഹരണമാണ്. മലർന്നു കിടന്ന് തുപ്പുവാണ്. ഇത് കേരളത്തെയാണ് ബാധിക്കുക. നമ്പർ 1 കേരളം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയാണ് ബാധിക്കുക.